ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പം കിരണും കല്യാണിയായിട്ട് അമ്പലത്തിൽ വെച്ചിട്ട് വാക്ക് തർക്കം നടത്തുകയാണ് പ്രകാശനും ഭാനുമതിയും കൂടെ. ആ സമയത്ത് കല്യാണിയോട് കിരൺ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മൾ കോടതിയിൽ വെച്ചിട്ട് കാണുമ്പോൾ ഇയാൾ കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ, ജയിലിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഇയാളുടെ കെട്ടെങ്ങനെ നടക്കും? അപ്പോഴേക്കും പ്രകാശൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിൻ്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നിട്ട് കല്യാണിയോട് പറയാണ്, എടി നീയും നിൻ്റെ അമ്മയും കൂടെ പ്രാർത്ഥിച്ചിട്ടല്ലേടി ഇങ്ങനെയൊക്കെ നടത്തിയത്. ഭാനുമതിയും പറയുന്നുണ്ട്, തമിഴ്നാട്ടിൽ കിടന്ന ലക്ഷ്മി എന്ന് പറയുന്നവളെ ഈ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ഇവരായിരിക്കും. അത് കേട്ട് കിരണ് പറയാണ്, അങ്ങനെയാണെങ്കിലേ അങ്ങനെ തന്നെ, ഞങ്ങൾക്ക് അതിനുള്ള സ്വാധീനമുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ഒരു സ്ത്രീയുടെ ജീവിതം കൂടി ഇല്ലാതാക്കാൻ ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പ്രകാശം പറയുന്നുണ്ട്, അല്ല നീയൊക്കെ എന്നെ ജയിലിൽ കയറ്റാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു എന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ജയിലിൽ കയറുന്നതിന് മുമ്പ് ലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടേ ഈ പ്രകാശം പോവുള്ളൂ. അപ്പോഴും കിരണ് പറയുന്നുണ്ട്, അവരുടെ മുഖത്ത് കണ്ണില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കല്യാണി. ഇയാളെപ്പോലെയൊക്കെയുള്ള ആളെ കയറി എങ്ങനെയായിരിക്കും അവർ പ്രേമിച്ചത്? അപ്പം ഭാനുമതി പറയുന്നുണ്ട്, എടാ എൻ്റെ മോൻ്റെയും എൻ്റെ മോൻ്റെ കൊച്ചുമോനെയും കണ്ട ഏത് പെണ്ണും പ്രേമിക്കും. ഒരു സമയത്ത് അവർക്ക് കാശില്ല എന്നുള്ള കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ജനിച്ച കാലം തൊട്ടേ രണ്ടുപേരും തലയെടുപ്പുള്ള കൊമ്പന്മാരാ. രണ്ടാളും കൊമ്പന്മാരാണെന്ന് മുഖത്ത് എഴുതി ഒട്ടിക്കണം. കല്യാണി പരിഹസിക്കുകയാണ്. അപ്പോൾ പ്രകാശം പറയുന്നുണ്ട്, നീയും ഇവനും കുറേ നേരമായി വലിയ വലിയ ഡയലോഗ് അടിക്കുന്നു. പിന്നെ എൻ്റെ മോനെക്കുറിച്ച് നീ എന്താ പറഞ്ഞത്? കൊമ്പനാണോന്നോ? കൊമ്പൻ തന്നെയാണടി. അതുകൊണ്ട് തന്നെയാണ് ഇവൻ്റെ പെങ്ങൾ എൻ്റെ മോനെ കണ്ട് ഇഷ്ടപ്പെട്ടതും വലവീശി പിടിച്ചതും പിന്നെ പേരുദോഷം കേൾപ്പിച്ചതും. അത് കേട്ടപ്പോൾ കിരണിനും കല്യാണിക്കും ദേഷ്യം കയറുന്നുണ്ട്. കല്യാണി പറയാണ്, അത് സോണിക്ക് പറ്റിയ ഒരു അബദ്ധ. അപ്പം ഭാനുമതി കളിയാക്കുകയാണ്, അയ്യോ അത് സോണിക്ക് പറ്റിയ അബദ്ധമല്ലടി. അവൾക്ക് നല്ല കാഴ്ചശക്തിയും സൗന്ദര്യബോധവും ഉള്ളതുകൊണ്ട് എൻ്റെ കൊച്ചുമോനെ വലവീശി പിടിച്ചതാ, അറിയാമോ? എന്നിട്ടിപ്പോൾ ഒരു രണ്ടാം കെട്ട് നടത്തിയിരിക്കുന്നു അമേരിക്കക്കാരനെ. എന്തൊക്കെ പറഞ്ഞാലും രണ്ടാം കെട്ട് തന്നെയാ. കോടതിക്ക് പോലും നിഷേധിക്കാൻ പറ്റാത്തൊരു സത്യം എന്താണെന്നറിയോ? അവളുടെ ആദ്യ ഭർത്താവ് എൻ്റെ മോനാ. അപ്പം കിരണ് പറയുന്നുണ്ട്, ഇനി കോടതി ഒന്നും നിഷേധിക്കില്ല. പല സത്യങ്ങളും തിരിച്ചറിഞ്ഞിട്ട് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട ശിക്ഷ തന്നെയാണ് കൊടുക്കാൻ പോകുന്നത്. ഇനി കോടതിയിൽ ഒന്നല്ല, ഒരുപാട് തവണ നിങ്ങളുടെ മോനും കൊച്ചുമോനും കയറി ഇറങ്ങേണ്ടി വരും. കല്യാണം കഴിച്ച ആദ്യ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാതെ നിങ്ങൾ മറ്റൊരു കല്യാണം കഴിച്ചു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും കല്യാണം കഴിക്കാൻ പോവുക അല്ലേ? ഇതൊക്കെ കോടതിക്ക് മുന്നിലെ ക്രിമിനൽ കുറ്റാ. അത് കേട്ട് ഭാനുമതിയും പ്രകാശനും കളിയാക്കി ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവളുടെ അമ്മയെ ഒഴിഞ്ഞില്ലേ എൻ്റെ മോൻ? ഇനി എന്താ കുഴപ്പം? ഒഴിഞ്ഞത് കുറച്ച് ദിവസം മുൻപല്ലേ? അതിനു മുമ്പ് ഇയാളുടെ ഭാര്യ തന്നെയായിരുന്നല്ലോ ഇവളുടെ അമ്മ. അതായത് ആദ്യ വിവാഹബന്ധം ഒഴിയാതെയാണ് 10-25 വർഷം ഇവളുടെ അമ്മയുമായിട്ട് ഇയാൾ ജീവിച്ചത്. അതിനുള്ള മറുപടിയൊക്കെ നിങ്ങൾ കോടതി പറയേണ്ടി വരും. അത് കേട്ടപ്പോൾ പ്രകാശൻ്റെ ഭാനുമതിയുടെ മുഖത്ത് ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ കിരണ് പറയുന്നുണ്ട്, അത് പോരാതെ ഇനിയും കെട്ടാൻ പോകുന്നതിന് കല്യാണ ലെറ്റർ വരെ തെളിവാ. പിന്നെ ആദ്യ ഭാര്യ കൊടുത്ത കേസും കോടതിയിലുണ്ട്. ആദ്യം അതിൽ നിന്നൊക്കെ ഒരു പരിഹാരം കാണും, എന്നിട്ട് വെല്ലുവിളി നടത്തുകയും പൊങ്ങച്ചം പറയുകയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കല്യാണിയെ വിളിച്ചുകൊണ്ട് കിരൺ അകത്തേക്ക് പോകാൻ നോക്കുമ്പോൾ പ്രകാശം വീണ്ടും പറയുന്നുണ്ട്, ചെല്ലടാ ചെല്ല്, എന്തെങ്കിലും കൈമണി കൊടുത്ത് കുറച്ച് മന്ത്രം അധികം ചൊല്ലിപ്പിക്ക്. നീയൊക്കെ എത്ര മന്ത്രം ചൊല്ലിയാനും ഞാനും കാർത്തികയുടെ അമ്മ ലക്ഷ്മിയുമായിട്ടുള്ള കല്യാണം നടന്നിരിക്കും. ആ മനോഹരമായ കല്യാണം, ആ പാഴ് ദീപ നിൻ്റെ അമ്മ, പിന്നെ അതിനു മുമ്പ് ഞാൻ കെട്ടിയവള് ലക്ഷ്മി, പിന്നെ നിൻ്റെ അനിയത്തി ജോണി, പിന്നെ നിൻ്റെ ചേച്ചി കാദംബരി, എല്ലാവരും കൺകുളിർക്കെ കാണും. എന്താ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. കല്യാണി പറയുന്നുണ്ട്, ആടി നമുക്ക് കാണാം. ഐശ്വര്യം നിനക്ക് മാത്രമല്ല എല്ലാവർക്കും കിട്ടും സമയം ശരിയാവുമ്പോൾ. സമയം ശരിയായാലും മനസ്സ് നന്നായില്ലെങ്കിൽ ഐശ്വര്യം കടന്നു വരില്ല. കല്യാണിയും പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കടന്നു വന്നതോ? ഭാനുമതി പറയുന്നുണ്ട്. അപ്പോൾ കിരണ് പറയാണ്, ശരിയാ കല്യാണി, ഇവരിപ്പോൾ വലിയ പണക്കാരാ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കാം. അങ്ങനെ അവർ അമ്പലത്തിനകത്തേക്ക് പോയ സമയത്ത് പ്രകാശനും ഭാനുമതിയും തിരിച്ചിറങ്ങാണ്. ആ സമയത്ത് പ്രകാശൻ ഭാനുമതിയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ ഇവിടെ തൊട്ടടുത്ത് വേറെ ഏതെങ്കിലും അമ്പലമുണ്ടോ? എന്തിനാടാ? അവർ ചൊല്ലുന്നതിനേക്കാളും കൂടുതൽ മന്ത്രം ചൊല്ലിപ്പിക്കാൻ വേണ്ടിയിട്ടാ. ഏയ് അതൊന്നും വേണ്ടടാ, ഈ അമ്മയുടെ പ്രാർത്ഥന എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും. അത് മാത്രം മതി ഇവർ നിനക്കെതിരെ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് പരിഹാരമായിട്ട്. ഭാനുമതി മകനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ആ സമയത്ത് സരയുവിൻ്റെ അരികിൽ ഇരുന്നിട്ട് തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മനോഹർ. അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കളിപ്പിക്കുകയാണെങ്കിൽ അവൻ്റെ മനസ്സിൽ ചിന്തയുണ്ട്, മുങ്ങാനുള്ള സമയമായി. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് മുങ്ങുന്ന ഞാനിപ്പോൾ കുഞ്ഞ് ജനിച്ചതിന് ശേഷം തൊട്ടിലും ആട്ടിക്കൊണ്ടിരിക്കുക. പുതിയ മേച്ചിൽപ്പുറം തേടിപ്പോവാനുള്ള സമയമായി. എന്നാൽ ഇവിടെ നിന്ന് കാര്യമായിട്ടൊന്നും കിട്ടിയതുമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പെണ്ണ് കെട്ടിയിട്ട് ഇത്രയും കടിച്ചു തൂങ്ങിയ വേറൊരു വിവാഹം ഇല്ല. അതുകൊണ്ട് ഇനി എന്തെങ്കിലും തരപ്പെടുത്തി എടുക്കാതെ പോകുന്നതും ശരിയല്ല. അപ്പോഴാണ് സരയു ചോദിച്ചത്, എന്താ മോളെ നോക്കിക്കൊണ്ട് ചിന്തിക്കുന്നേ? അപ്പോൾ മനോഹർ പോയിട്ട് അവളുടെ അടുത്തിരുന്നിട്ട് പറയാണ്, മോള് നിന്നെപ്പോലെ തന്നെയാണ്, ഒരു ശല്യവും ഇല്ല.
ഞാൻ ഈ പ്രായത്തിലൊക്കെ വലിയ ശല്യമായിരുന്നു എന്നാ അമ്മയും അച്ഛനും ആൻറ്റിയൊക്കെ പറയുന്നത്. സരയു ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. വളർന്നതിന് ശേഷവും ഞാൻ കുറച്ചൊരു കാന്താരി ആയിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം മോൾ ഒരു കുഴപ്പവും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം സരയു പറയുന്നുണ്ട്, അത് മനസ്സറിഞ്ഞ് എന്നെ സ്നേഹിച്ചത് മനുവേട്ടനാ. എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ അതിനും അപ്പുറം എത്രയോ ഇരട്ടിയാണ് മനുവേട്ടൻ എനിക്ക് തന്ന സ്നേഹവും കരുതലും ഒക്കെ. അപ്പം മനോഹർ ചിന്തിക്കുകയാണ്, അതിന് ക്യാഷായിട്ടും സ്വർണ്ണമായിട്ടും ഒക്കെ എനിക്ക് തരേണ്ടത് തന്നാൽ മതി. അപ്പോൾ സരയു വീണ്ടും എന്താ ആലോചിക്കുന്നത് ചോദിച്ചപ്പോൾ മനോഹർ പറയുന്നുണ്ട്, എൻ്റെ മോളു എനിക്ക് നല്ലൊരു പെൺകുഞ്ഞിനെ തന്നു, ഞാൻ ആഗ്രഹിച്ചതുപോലൊരു കുഞ്ഞിനെ. അതുകൊണ്ട് പകരമായിട്ട് എൻ്റെ മോൾക്ക് എന്ത് തരണമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. എൻ്റെ മനുവേട്ടൻ എനിക്ക് ഇപ്പം തന്നെ ആവശ്യത്തിൽ കൂടുതൽ സ്നേഹം തരുന്നുണ്ടല്ലോ, അത് മതി എനിക്ക്. സരയും പ്രണയത്തോടെ പറയാണ്, പിന്നെ മനുവേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ, അടുത്ത ജന്മത്തിലും എന്നെ തന്നെ ഭാര്യയായിട്ട് കിട്ടണമെന്ന്. അതൊരു1000 തവണ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അടുത്ത ജന്മത്തിലും മനുവേട്ടൻ തന്നെ ആയിരിക്കണം എൻ്റെ ഭർത്താവെന്ന്. നമ്മളങ്ങനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അതേ സംഭവിക്കൂ. മനോഹർ അവൾക്ക് വാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ സരയു പെട്ടെന്ന് ഓർത്തിട്ട് പറയുന്നുണ്ട്, അതേ മനുവേട്ടാ, അമേരിക്കയിലേക്ക് വരാൻ അമ്മയും വാശി പിടിക്കുന്നുണ്ട്. അത് കേട്ടതും മനോഹറിൻ്റെ മുഖം മാറുകയാണ്. അപ്പോൾ സരയു പറയുന്നുണ്ട്, ഞാൻ കൊണ്ടുപോവാന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. എങ്കിലും ആദ്യം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അമ്മയെ കൊണ്ടുപോകണ്ട. അയ്യോ അതെന്താ? ഒന്നും അറിയാത്ത പോലെ മനോഹർ ചോദിക്കുകയാണ്. അപ്പോൾ സരയു പറയുന്നുണ്ട്, അത് വേറൊന്നും കൊണ്ടല്ല മനുവേട്ടാ, കുറച്ച് ദിവസം നമുക്ക് നമ്മുടേതായ ലോകത്ത് ജീവിക്കണം. ഓ, മനോഹർ ചിരിക്കുകയാണ് മനസ്സിൽ. അപ്പോൾ സരയു പറയുന്നുണ്ട്, ഞാനും കുഞ്ഞും മനുവേട്ടനും മാത്രമായിട്ടുള്ള ലോകത്ത്. അതൊക്കെ കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞിട്ട് എന്നിട്ട് മതി അച്ഛനെയും അമ്മയും കൊണ്ടുപോകുന്നത്. അയ്യോ, അപ്പോൾ കുഞ്ഞിനെ നോക്കാൻ ആളെ വേണ്ടേ മോളൂ? മനോഹർ ചോദിക്കുകയാണ്. അതിനൊക്കെ അവിടെ സെർവൻ്റ് ഇല്ലേ? അപ്പോൾ മനോഹർ ചിന്തിക്കുന്നുണ്ട്, പിന്നെ ഞാൻ അമേരിക്കൻ പ്രസിഡൻ്റാണെന്ന് ഇവളുടെ വിചാരം. അപ്പോൾ മനോഹർ ഒന്നും പറയാത്തപ്പോൾ സരയു ചോദിക്കുന്നുണ്ട്, എന്താ ആലോചിക്കുന്നത്? അതല്ല, അവിടെ കൂടുതലും മദാമ്മമാരാ സെർവൻസ് ആയിട്ടുണ്ടാവുക. അവർക്ക് മലയാളി കുട്ടികളെ എടുക്കാൻ വലിയ പരിചയം ഉണ്ടാവില്ല. അതെന്താ, മലയാളികളെ ഒന്നും കിട്ടില്ലേ? ഇതുവരെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അമ്മയും കൂടി കൂട്ടുകയെന്ന് വിചാരിച്ചതുകൊണ്ട് ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല. ഇനി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയാം. അത് കേട്ട് സരയുവിന് സന്തോഷമായി. അപ്പം മനോഹർ ചിന്തിക്കുന്നുണ്ട്, മനുഷ്യൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു സാഗരം പോലെയാണ്. അതിനെവിടെ വേണേലും പോവാം. അമേരിക്കയിലോ ജപ്പാനിലോ ജർമ്മനിയിലോ എവിടെ വേണേലും. അങ്ങനെ മനസ്സിന് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ബാക്കിയൊക്കെ നടക്കാത്ത സ്വപ്നങ്ങളാണെന്ന് കരുതി സമാധാനിക്കേണ്ട സരയൂ. അതൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ സരയുവിൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് പോയിട്ട് പിന്നെയും കുഞ്ഞിനെ കളിപ്പിക്കുന്നുണ്ട്. അതേസമയം ഷാരി അമ്പലത്തിലാണ് ഉണ്ടായിരുന്നത്. അവർ മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ മരുമകനെക്കുറിച്ച് ഞാൻ സംശയിക്കുന്നതൊന്നും ശരിയാവരുതേ. എൻ്റെ മോളുടെ ദാമ്പത്യ ജീവിതം തകരരുതേ. ആയുരാരോഗ്യ സൗഖ്യത്തോടെ അവൾ ജീവിക്കണേ. അവൾ എൻ്റെ മോളല്ലാന്ന് മരണം വരെ അവൾ അറിയരുതേ. ഷാരി മനസ്സുരുകിയാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് പ്രസാദം വാങ്ങിക്കാൻ പോയ സമയത്ത് പൂജാരി ചോദിക്കുന്നുണ്ട്, കുറച്ച് നാളായിട്ട് ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. അപ്പോൾ ഷാരി പറയുന്നുണ്ട്, ഇനി എന്തായാലും അധികവും വരാൻ സാധ്യതയുണ്ടെന്ന്. ആ സമയത്ത് അയാൾ പറയുന്നുണ്ട്, ആവശ്യത്തിന് മാത്രം ദൈവത്തിനെ വന്ന് പ്രകീർത്തിക്കുന്നതും പ്രീതിപ്പെടുത്തുന്നതും നല്ലതല്ല. പറ്റുമ്പോഴൊക്കെ അമ്പലത്തോട്ടേക്ക് വരണമെന്നു. അപ്പോൾ ഷാരി അതൊക്കെ സമ്മതിക്കുകയാണ്. ആ സമയത്ത് ഷാരി പറയുന്നുണ്ട്, എൻ്റെ മോളുടെയും മരുമകൻ്റെയും പേരിൽ ഒരു സ്വയംവരാർച്ചന നടത്തണം. അവർക്ക് എന്തെങ്കിലും പൊരുത്തക്കേടോ മറ്റോ ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാനാണ് തിരുമേനി. അങ്ങനെ ഷാരിക്കുള്ള പ്രസാദം കൊടുക്കുന്ന സമയത്തും പൂജാരി ചിന്തിക്കുന്നുണ്ട്, കല്യാണിയെ ദ്രോഹിച്ചതിനുള്ള തിരിച്ചടി കിട്ടാതിരിക്കില്ല. ഷാരി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി റോഡിലേക്ക് വന്നപ്പോഴാണ് അതുവഴി നിഷയും അതുപോലെ തന്നെ അവളുടെ അമ്മയും പോകുന്ന കാണുന്നത്. ആ സമയത്ത് നിഷയാണ് ആദ്യം ഷാരിയെ കാണുന്നത്. അപ്പോൾ തന്നെ അവൾ അവളുടെ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ, ദേ സരയുൻ്റെ അമ്മ ദേഷ്യം കയറി ഒന്നും പറയാൻ നിൽക്കരുത്. അങ്ങനെ പറയരുതെന്നല്ലേ കിരണേട്ടനും കല്യാണി ചേച്ചിയും പറഞ്ഞത്. അതേസമയം നിഷയെ അമ്മയും കണ്ട സമയത്ത് ഷാരി ചിന്തിക്കുന്നുണ്ട്, ദയവായിട്ടാണല്ലോ ഇവരെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്നത്. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം അടുത്തെത്തിയ സമയത്ത് ഷാരി ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അല്ല, കല്യാണം കഴിഞ്ഞിട്ട് മോൾ അമേരിക്കയിലേക്ക് പോയില്ലേ? മരുമോൻ അമേരിക്കയിലാണെന്നാണല്ലോ അന്ന് പറഞ്ഞത്. അപ്പോൾ നിഷയുടെ അമ്മ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അമേരിക്കയിൽ മാത്രമല്ല, ലോകം മൊത്തം ചുറ്റിക്കൊണ്ടിരിക്കുക ഇവളുടെ ഭർത്താവ്. അത് കേട്ടതും ഷാരിയുടെ മുഖത്താകെ സംശയം എന്നറിയാണ്. അപ്പോൾ നിഷയുടെ അമ്മ പറയുന്നുണ്ട്, എങ്കിലും ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നു. ചതിയോ? എന്തൊക്കെയാണ് നിങ്ങളീ പറയുന്നത്? ഷാരിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട്, ഞങ്ങൾ എന്താ പറയുന്നതെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലായിക്കോളും. അപ്പോൾ ഷാരി പറയുന്നുണ്ട്, അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോഴും മോൾ അത്ര സുഖത്തിലല്ലായിരുന്നു എന്നോട് സംസാരിച്ചത്. അപ്പം നിഷയും പറയാണ്, ദയവ് ചെയ്ത് ഞങ്ങളെ കാണുമ്പോൾ നിങ്ങളൊന്നും അടുത്ത് വന്ന് ഞങ്ങളോട് സംസാരിക്കരുത്. അപ്പോൾ ഷാരി പറയാണ്, നിഷേ, അതിന് നിങ്ങളും ഞങ്ങളും തമ്മിൽ വഴക്കൊന്നുമില്ലല്ലോ, ശത്രുതയും ഇല്ല. അപ്പം നിഷയുടെ അമ്മ സങ്കടത്തോടെ പറയാണ്, ജീവിതത്തിൽ എനിക്കും ഇവൾക്കും ഒരു തെറ്റേ പറ്റിയിട്ടുള്ളൂ. ഞങ്ങളെ സ്നേഹിച്ച മേഘ്നയെ തള്ളിക്കളഞ്ഞു. ഷാരിക്ക് അവർ പറയുന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നിഷയുടെ അമ്മ സങ്കടത്തോടെ പറയാണ്, അവൾ എൻ്റെ മോളല്ലെങ്കിലും അവൾക്ക് ഞാൻ രണ്ടാനമ്മയാ. എന്നിട്ടും ഞാൻ അവളെ സ്നേഹിച്ചില്ല. ഇവളാണെങ്കിൽ ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് കണ്ടതുമില്ല. അതിനിരട്ടിയായിട്ടാണ് ദൈവം ഞങ്ങളെ ശിക്ഷിച്ചത്.
അപ്പോൾ ഷാരി വീണ്ടും പറയാണ്, എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയത്? ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്. നിഷ പറയാണ്, ഞങ്ങൾ അറിയേണ്ടത് കുറച്ച് നേരത്തെ അറിഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നിഷയുടെ അമ്മ പറയാണ്, ദാസേട്ടനും നിങ്ങളുടെ ഭർത്താവും തമ്മിൽ നല്ല അടുപ്പക്കാരായിരുന്നു. എന്നിട്ടാണ് എല്ലാ കാര്യവും അറിഞ്ഞു വെച്ചുകൊണ്ട് അങ്ങേരെ എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തറുത്തത്. ഞാൻ ഈ അമ്പലനടയിൽ വെച്ച് പറയുക, അയാൾ ഞങ്ങളോട് കാണിച്ച ക്രൂരതയ്ക്ക് നിങ്ങൾ ഒരുപാട് കരയേണ്ടി വരും, കൂടെ നിങ്ങൾക്കും. അതുകൊണ്ട് ഇനി അമ്പലത്തിൽ വന്ന് ദൈവങ്ങളെ ശല്യപ്പെടുത്തിയിട്ട് ഒരു കാര്യവും ഇല്ല. ഷാരിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവർ പറയുന്നത് എന്താന്ന്. അപ്പം നിഷയുടെ അമ്മ പറയാണ്, അവനവൻ്റെ പ്രവൃത്തി നന്നാവാതെ ദൈവങ്ങളെ കൂട്ടുപിടിച്ചാൽ ദൈവം വരത്തില്ല. എന്നിട്ട് അവർ രണ്ടുപേരും നേരെ അമ്പലത്തിലേക്കും ഷാരി വീട്ടിലേക്കും വന്നിട്ടുണ്ടായിരുന്നു. ഷാരി വരുമ്പം തന്നെ രാഹുൽ ഉണ്ടായിരുന്നു പുറത്ത്. രാഹുലിനെ കണ്ടപ്പോൾ തന്നെ ഷാരി പറയാണ്, നിങ്ങളെ തലയിൽ കൈവച്ചാണല്ലോ ഒരുത്തി പ്രാഗിയത് ആ നിഷയുടെ അമ്മ. എന്തിനാണെന്ന് മനസ്സിലായില്ല. ചോദിച്ചപ്പോൾ അവളുടെ മോളുടെ ജീവിതം തകർത്തതിനാണെന്ന് പറഞ്ഞു. എങ്ങനെയാ തകർത്തതെന്ന് പറഞ്ഞില്ല. അതൊക്കെ കേട്ടപ്പോൾ രാഹുൽ ചിന്തിക്കുന്നുണ്ട്, സദാശിവൻ എന്നെ വിളിച്ചായിരുന്നല്ലോ. അവൻ്റെ മോളുടെ ജീവിതം തകർത്തത് ഇവിടെ ഒരുത്തനായിരുന്നല്ലോ. അത് മറച്ചു വെച്ചതിൻ്റെ ദേഷ്യം എന്തായാലും അവരുടെയൊക്കെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഷാരി ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ഈ ആലോചിക്കുന്നത്? അല്ല, അവരെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പോൾ ഷാരി പറയാണ്, അതുതന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഞാൻ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാ ഏതു നേരവും മനുവിനെ കുറ്റപ്പെടുത്തുന്നത്? അവൻ ഒരിക്കലും എൻ്റെ മോളെയും കൊണ്ട് അമേരിക്കയിലേക്ക് പോവില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? അപ്പോൾ രാഹുൽ പരിഹസിക്കുകയാണ്, നീ അന്വേഷണം തുടങ്ങിയല്ലോ, ഇനി അതിൻ്റെ കാരണമൊക്കെ നീ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്ക്. ഞാൻ എന്തു പറഞ്ഞാലും വട്ടുപിടിച്ച് പറയുന്നു എന്നല്ലേ നീ പറയത്തുള്ളൂ. അപ്പോൾ ഷാരി പറയാണ്, ഞാൻ പലതും അന്വേഷിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞു. മിക്കവാറും ഇനി മെൻ്റലാവാൻ പോകുന്നത് ഞാനാ. അങ്ങനെ വന്നാൽ ഇവിടെ ഒരു കൂട്ടമരണം നടക്കും. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, ഷാരി, ഞാൻ ജീവിതത്തിൽ തെറ്റ് ചെയ്തിട്ടുള്ളത് നിനക്കും നിൻ്റെ മോൾക്കും വേണ്ടി മാത്രമാണ്. നിൻ്റെ മോള് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുള്ളത്, വളഞ്ഞ വഴി സ്വീകരിച്ചത്. അപ്പോൾ ഷാരി ചോദിക്കുന്നുണ്ട്, മോള് ജനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലേ? ഷാരിയുടെ നോട്ടവും ആ ചോദ്യവും കണ്ടപ്പോൾ രാഹുൽ ചെറുതായിട്ടൊന്ന് ഞെട്ടുകയാണ്. എന്നിട്ട് അയാൾ ചോദിക്കുന്നുണ്ട്, നീ എന്താ അങ്ങനെ ചോദിച്ചത്? ഞാൻ ഓരോന്നും സങ്കല്പിച്ചെടുത്ത് ഒന്നും ചോദിക്കാറില്ല. ഒരു സമയത്ത് എൻ്റെയും എൻ്റെ മോളുടെയും ഭാഗ്യം നിങ്ങളാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതേ നാവ് കൊണ്ട് ഞാൻ പറയാ, എൻ്റെയും എൻ്റെ മോളുടെയും ഇപ്പോഴത്തെ എല്ലാ ദുരിതങ്ങൾക്കും കാരണം നിങ്ങൾ ഒറ്റയൊരുത്തനാ. എന്തൊക്കെയോ രാഹുലിന് മനസ്സിലായെങ്കിലും രാഹുൽ വീണ്ടും പറയുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നറിയില്ല. പക്ഷേ ഷാരി, കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ എല്ലാവരും കുടുംബനാഥനൊപ്പം നിൽക്കുകയാണ് വേണ്ടത്. അല്ലാതെ അയാളുടെ കുറ്റങ്ങളും കുറവുകളും ചികഞ്ഞെടുത്തിട്ട് അയാളെ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. അപ്പം ദേഷ്യത്തോടെ ഷാരി പറയുന്നുണ്ട്, ഇവിടെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാനാ. ഒരു തീപ്പൊരി ഉള്ളിൽ വീണായിരുന്നു. അതിൻ്റെ പിന്നാലെ ഓടിയപ്പോൾ അതിൽ സത്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പം എന്തേ, അതിനേക്കാളും വലിയൊരു തീപ്പൊരി എൻ്റെ മനസ്സിലേക്ക് വീണിരിക്കുക. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് കണ്ടെത്തണം. അത് ശരിയാവരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ പിന്നെ മരിക്കുന്നതാ നല്ലത്. ഷാരി നിയന്ത്രിക്കാനാവാതെ അകത്തേക്ക് കയറി പോവുകയാണ്. നേരെ ഷാരി പോയത് സരയുൻ്റെയും മനോഹറിൻ്റെയും മുറിയിലേക്കാണ്. അവിടെ ഇരുന്നിട്ട് മനോഹർ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ. അപ്പോൾ അത് കണ്ടിട്ട് സന്തോഷത്തോടെ സരയു പറയുന്നുണ്ട്, അച്ഛൻ്റെ മോള് തന്നെയാണ്, അച്ഛനെ കൊത്തിവെച്ച പോലെ ഇരിക്കുന്നത്. അപ്പോൾ മനോഹറും പറയുകയാണ്, അത് പിന്നെ മോളും എന്നെ ഒരുപാട് സ്നേഹിച്ചതല്ലേ, അതിൻ്റെ സമ്മാനമാണ് ഇത്. ഇതൊക്കെ പുറത്തു നിന്നിട്ട് ഷാരി കേൾക്കുന്നുണ്ടായിരുന്നു. അതേസമയം ഷാരി ചിന്തിക്കുന്നുണ്ട്, അതെ, മനുമോനെ കൊത്തിവെച്ചതുപോലെ തന്നെ എൻ്റെ കൊച്ചുമോള്. പക്ഷേ ഞാൻ ഭയക്കുന്നത് പോലെ എന്തെങ്കിലും സംഭവിച്ചാൽ താഴെ ഇരുന്നൊരു വട്ടം പറയുന്നത് പോലെ ഇനി എൻ്റെ മരുമോൻ മോശക്കാരനായിരിക്കുമോ? ഷാരി അവിടുന്ന് തിരിഞ്ഞു നടക്കുകയാണ്. ആ സമയത്ത് അവർ ചിന്തിക്കുന്നുണ്ട്, ഒരിക്കലുമില്ല, ഇതൊക്കെ എൻ്റെ തോന്നലാ. വീണ്ടും ഷാരി ഒന്നുകൂടെ തിരിഞ്ഞ് കുഞ്ഞിനെ കളിപ്പിക്കുന്ന മനോഹറിനെ നോക്കുകയാണ്. മനോഹറും സരയും ഒന്നും ഷാരിയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഷാരി തിരിച്ച് നടന്നു പോരുകയാണ്. ആ സമയത്ത് എന്തൊക്കെയോ ഓഫീസിലെ ഫയലും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കാർത്തിക. അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പ്രകാശൻ ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യാന്ന്. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, ചെന്നൈയിലെ ചില കണക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കുക. അമ്മ അവിടെ ഉണ്ടെങ്കിലും ഞാൻ വെരിഫൈ ചെയ്താലേ അമ്മയ്ക്ക് തൃപ്തിയാവൂ. അപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, ഇതൊക്കെ വിക്രത്തിനെ ഏൽപ്പിച്ചാൽ മതി, എന്നാൽ മോളുടെ ജോലി ഭാരം കുറയുമല്ലോ. അപ്പോൾ കാർത്തിക ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞ് ഇതൊക്കെ വിക്രത്തിനെ ഏൽപ്പിച്ച് ജോലി ഭാരം കുറക്കണം. അല്ല, നാളെയല്ലേ കോടതി? അതെ, നാളെയാണ് കോടതി. പക്ഷേ എനിക്കിപ്പോൾ കിരണും കല്യാണമൊക്കെ വന്ന് അവർ ഈ കേസിനെ വഴിതിരിച്ച് വിടുമോയെന്നൊരു പേടി. നമുക്ക് ഇതിനേക്കാളും നല്ലൊരു വക്കീലിനെ വെച്ച് നോക്കിയാലോ മോളെ? പ്രകാശൻ ചോദിക്കുന്നുണ്ട്. അതിന് നമ്മുടെ വക്കീൽ മോശമൊന്നും അല്ലല്ലോ അച്ഛാ. അപ്പോൾ പ്രകാശന് പിന്നെ ടെൻഷൻ, കാരണം അവർ പുതിയ എന്തെങ്കിലും തെളിവുകളൊക്കെ കൊണ്ടുവരുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കാർത്തിക് ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ ആദ്യത്തെ ഭാര്യയായിട്ട് ഒരു കോംപ്രമൈസിന് ശ്രമിച്ചൂടെ? അപ്പോൾ പ്രകാശൻ കാർത്തികയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.